പ്രിയരെ നമസ്കാരം. ഭഗവാൻ വിഷ്ണു സന്യാസിമാരുടെ പരമപുരുഷനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭക്തർക്ക് സമ്പത്തും എല്ലാ സുഖഭോഗങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായി പലപ്പോഴും കാണാൻ കഴിയും. മറുവശത്ത് വിഷ്ണുവിനെ ആരാധിക്കുന്നവർ അദ്ദേഹം ലക്ഷ്മിയുടെ നാഥനായിരുന്നിട്ട് പോലും പലപ്പോഴും സമ്പത്തും ഭൗതിക ആസ്വാദനവും ഇല്ലാത്തവരായി കാണപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ അവസ്ഥ വെച്ച് പരിശോധിക്കുമ്പോൾ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ സമ്പന്നരാകണം, അതുപോലെ ശിവനെ ആരാധിക്കുന്നവർ അദ്ദേഹത്തെ പോലെ തന്നെ അവധൂതനാകണം. എന്നാൽ ഇവിടെ ഘടകവിരുദ്ധമായി വിപരീതമാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ശ്രീമദ് ഭാഗവത പുരാണത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. ഉറവിടത്തിൽ യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട യുധിഷ്ഠിര, ആർക്കെങ്കിലും എന്റെ കൃപ നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചുവോ അവന്റെ ധനാഢ്യത്തിൽ നിന്ന് ഞാൻ അവനെ ക്രമേണ മോചിപ്പിക്കുന്നു. ഒരിക്കൽ അവൻ സ്വന്തമെന്ന് കരുതിയിരുന്ന അവന്റെ ബന്ധുക്കൾ അവനെ പണമില്ലാത്തവനും ദുരിതങ്ങളാലും സങ്കടങ്ങളാലും ബുദ്ധിമുട്ടുന്നവനുമായി കണ്ടെത്തി ഉപേക്ഷിക്കുന്നു. സമ്പത്ത് സമ്പാദിക്കാൻ അവൻ വീണ്ടും കഠിനാധ്വാനം ചെയ്യുന്നു. അവന്റെ എല്ലാ ശ്രമങ്ങളും ഞാൻ വീണ്ടും നിഷ്ഫലമാക്കുന്നു. ഈ രീതിയിൽ അവൻ വീണ്ടും വീണ്ടും പരാജയപ്പെടുമ്പോൾ അവനിൽ പണം സമ്പാദിക്കുന്നതിന്റെ വിരക്തി വളരുന്നു. അവന്റെ അവസ്ഥയുടെ ദുരിതം മനസ്സിലാക്കുകയും ലോകത്തിൽ നിന്ന് സ്വയം പിന്മാറുകയും ചെയ്യുവാൻ തയ്യാറാവുമ്പോൾ അവൻ എന്റെ ഭക്തരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ സമയത്താണ് ഞാൻ എന്റെ കൃപ അവന്റെ മേൽ വർഷിക്കുന്നത്. എന്റെ കൃപയാൽ അവന് പരമാത്മാവായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. എന്റെ ഭക്തി വളരെ ബുദ്ധിമുട്ടുള്ളതും പരീക്ഷണാത്മകവുമായതിനാൽ പലരും മറ്റ് ദേവതകളെ ആരാധിക്കാൻ തയ്യാറാവുന്നു. ഭഗവാൻ ശിവൻ അശുതോഷാണ്. അതിനർത്ഥം അദ്ദേഹത്തിന്റെ ഹൃദയം എളുപ്പത്തിൽ ഉരുകുകയും തന്റെ ഭക്തർക്ക് ഏറ്റവും എളുപ്പത്തിൽ വലിയ സമ്പത്ത് നൽകുകയും ചെയ്യുന്നു എന്നതാണ്. ചിലപ്പോൾ അത്തരം സമ്പത്ത് ലഭിക്കുന്ന ചില ഭക്തർ അഹങ്കാരികളും സ്വയംബോധം ഇല്ലാത്തവരുമായി തീരുന്നു. തങ്ങളെ അനുഗ്രഹിച്ച ദൈവങ്ങളെപ്പോലും അവർ വിസ്മരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും വരവും ശാപവും നൽകാൻ പ്രാപ്തിയുള്ളവരാണ്. എന്നാൽ ഈ ത്രിമൂർത്തികളിൽ ശിവനും ബ്രഹ്മാവും വളരെ എളുപ്പത്തിൽ സന്തോഷിക്കുകയോ കോപിക്കുകയോ ചെയ്യുന്ന പ്രകൃതമുള്ളവരാണ്. അതിനാൽ തൽക്ഷണം അനുഗ്രഹിക്കപ്പെടുകയോ ശപിക്കപ്പെടുകയോ ചെയ്യുന്നു. എന്നാൽ ഭഗവാൻ വിഷ്ണു അങ്ങനെയല്ല. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കും. ശ്രീമദ് ഭാഗവത പുരാണം 10:88-12 ഈ വാചകങ്ങൾ പ്രതിപാദിക്കുന്നു. ശ്രീമദ് ഭാഗവതം വൈഷ്ണവ പുരാണമാണെന്നും ഭഗവാൻ വിഷ്ണുവിന്റെ മഹത്വം വിവരിക്കുന്നതാണെന്നും നാം ഇവിടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശിവന്റെ മഹത്വം ശിവപുരാണത്തിൽ ഏറെ പ്രകീർത്തിച്ചിരിക്കുന്നു. ഇവയിൽ വൈരുദ്ധ്യങ്ങളൊന്നും കാണേണ്ടതില്ല. ശിവനിലെ ചൈതന്യം ബ്രഹ്മമാണ്. അതുപോലെ തന്നെ വിഷ്ണുവിലെ ചൈതന്യവും ബ്രഹ്മമാകുന്നു. ഇരുവർക്കും ഇരുനാമങ്ങളും രൂപങ്ങളും ഉണ്ട് എന്നതേ ഉള്ളൂ. എന്നാൽ രണ്ടിലും ഉള്ള ബ്രഹ്മം ഒന്നു തന്നെയാകുന്നു. ഈ സന്ദർഭത്തിൽ ഭാഗവത പുരാണം ഒരു കഥ വിവരിക്കുന്നുണ്ട്. വൃഗൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ദുഷ്ടനായ വൃഗൻ ഒരിക്കൽ വഴിയിൽ വെച്ച് മഹാമുനിയായ നാരദനെ കാണുകയും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളിൽ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും പ്രാപിക്കാനാവുന്ന ദൈവമേതെന്ന് ചോദിക്കുകയും ചെയ്തു. നാരദൻ അവനെ ഉപദേശിച്ചു, പോയി ഭഗവാൻ ശിവനെ പ്രസാദിപ്പിക്കൂ. നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങളുടെ ഉദ്ദേശം നിറവേറ്റുവാനാകും. ചെറിയ ഗുണത്താൽ അദ്ദേഹം തൃപ്തനാവുകയും ചെറിയ അപരാധത്തിന് പോലും കോപിക്കുകയും ചെയ്യുന്നവനാണ് ശിവൻ. രാവണൻ, ബാണൻ എന്നീ അസുരന്മാർ ചെറിയ പൂജകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഭഗവാൻ ശിവൻ അവരിൽ സന്തുഷ്ടരായിരുന്നു. അദ്ദേഹം അവർക്ക് സമാനതകളില്ലാത്ത ഐശ്വര്യവും പരമാധികാരവും നൽകി. അനന്തരഫലമായി അവർ പിന്നീട് മഹാനായ ദൈവത്തെ തന്നെ ഉപദ്രവിച്ചു. ശിവൻ താമസിച്ചിരുന്ന കൈലാസ പർവ്വതം രാവണൻ പിഴുതെറിയാൻ മുതിർന്നു. ബാണൻ ശിവനെ തന്റെ നഗരത്തിന്റെ സംരക്ഷകനാക്കി. അങ്ങനെ നാരദ മുനിയിൽ നിന്നുള്ള ഉപദേശാനന്തരം മൃഗാസുരൻ കേദാർനാഥിലെത്തി ഭഗവാൻ ശിവനെ ആരാധിക്കാൻ തയ്യാറാകുന്നു. സ്വന്തം ശരീരഭാഗത്തിലെ മാംസം മുറിച്ചെടുത്ത് പവിത്രമായ അഗ്നിയിൽ ഹോമിക്കുവാൻ തുടങ്ങി. 6 ദിവസം ഈ ചടങ്ങ് നടത്തിയിട്ടും ശിവൻ പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോൾ അസുരനിൽ നിരാശ ജനിച്ചു. 7-ാം ദിവസം അവൻ കേദാർനാഥിലെ പുണ്യജലത്തിൽ സ്നാനം നടത്തി തീയിൽ അർപ്പിക്കുവാനായി സ്വന്തം ശിരസ് ഛേദിക്കുവാൻ ഒരുങ്ങി. അസന്തുഷ്ടരായ ചിലർ ഈ ലോകത്ത് ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ നാം അവരെ അനുകമ്പയാൽ രക്ഷിക്കുന്നത് പോലെ പരമകാരുണികനായ ഭഗവാൻ ശിവൻ ആഗതനായി അസുരന്റെ കൈകളിൽ പിടിച്ച് ആ പ്രവൃത്തിയിൽ നിന്ന് തടഞ്ഞു. ശിവന്റെ അനുഗ്രഹീതമായ സ്പർശനത്താൽ അവന്റെ മുറിവുകൾ സുഖപ്പെടുകയും ശരീരം പൂർവ്വസ്ഥിതി വീണ്ടെടുക്കുകയും ചെയ്തു. ശിവൻ രാക്ഷസനോട് പറഞ്ഞു, പ്രിയ വൃഗ, മതി, നിർത്തൂ. ഞാൻ നിനക്കൊരു വരം തരാൻ തയ്യാറാണ്. നിനക്ക് വേണ്ടതെന്തും ചോദിക്കാം. എന്റെ ഭക്തർ എനിക്ക് ജലം അർപ്പിക്കുമ്പോൾ പോലും ഞാൻ തൃപ്തനാണ്. പിന്നെ എന്തിനാണ് താങ്കൾ ഇത്ര ക്രൂരമായി സ്വയം പീഡിപ്പിക്കുന്നത്? ഉടൻ പാപിയായ അസുരൻ എല്ലാ ജീവജാലങ്ങളെയും ഭയപ്പെടുത്തുന്ന ഒരു വരം ചോദിച്ചു. ആരുടെ തലയിൽ ഞാൻ എന്റെ കൈ വയ്ക്കുന്നുവോ അവൻ മരിച്ചു വീഴണം. അസുരൻ ചോദിച്ച വരത്തിൽ ഭഗവാൻ ശിവൻ ആദ്യം അസന്തുഷ്ടനായിരുന്നു. എന്നാൽ നിഗൂഢമായ ഒരു പുഞ്ചിരി നിലനിർത്തിക്കൊണ്ടുതന്നെ ആ വരം നൽകി.
ആ വരം സർപ്പത്തിന് അമൃത് കൊടുക്കുന്നതിന് സമാനമായിരുന്നു. വരം ലഭിച്ചപ്പോൾ അസുരൻ പാർവതീദേവിയെ ലഭിക്കുവാൻ ആഗ്രഹിച്ചു. വരത്തിന്റെ ഫലപ്രാപ്തി പരീക്ഷിക്കാനെന്ന വ്യാജേന ശിവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ തുടങ്ങുവാൻ ശ്രമിച്ചു. അപ്പോഴാണ് തന്റെ വരത്തിന്റെ ഭവിഷ്യത്ത് ശിവനും ഉണർന്നത്. വേട്ടയാടുന്ന ഭൂതത്തിൽ നിന്ന് രക്ഷയ്ക്കായി ശിവൻ വടക്കോട്ട് ഓടുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഭൂമിയെ മുഴുവൻ വലം വെച്ചുകൊണ്ട് വിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലെത്തി. ശിവന്റെ വിഷമാവസ്ഥ തിരിച്ചറിഞ്ഞ വിഷ്ണു സ്വയം ഒരു കൊച്ചുകുട്ടിയായി രൂപാന്തരപ്പെടുകയും അസുരന്റെ വഴിയിലേക്ക് പോവുകയും ചെയ്തു. ആ ബാലൻ മൃഗരാക്ഷസന്റെ മുൻപിൽ ആദരവോടെ വണങ്ങിക്കൊണ്ട് ചോദിച്ചു, പ്രിയപ്പെട്ട മഹത് വ്യക്തിയെ, താങ്കളെ കാണുമ്പോൾ അതിയായ ക്ഷീണം വീക്ഷിക്കുവാനാകുന്നു. ഒരുപാട് ദൂരെ നിന്നാണോ വരുന്നത്? അല്പം വിശ്രമിക്കൂ. ഈ ശരീരമാണ് എല്ലാ സുഖങ്ങളുടെയും മൂലകാരണവും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതും. അതിനാൽ ആ ശരീരത്തെ അധികമൊന്നും ബുദ്ധിമുട്ടിക്കരുത്. എന്തെങ്കിലും നിങ്ങളെ തുരത്തുന്നുണ്ടോ? എന്നെ അറിയിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. ഭഗവാൻ വിഷ്ണുവിന്റെ ബാലക രൂപത്തിന്റെ ആശ്വാസവാക്കുകളാൽ ശാന്തനായ അസുരൻ സംഭവിച്ചതെല്ലാം വിവരിച്ചു. പിശാചിന്റെ മറുപടി കേട്ട് ബാലൻ പറഞ്ഞു, അതാണോ കാര്യം? ശിവൻ പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കാറില്ല. പ്രേതങ്ങളുടെയും വേതാളങ്ങളുടെയും രാജാവാണ് അദ്ദേഹമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കില്ലേ? നിങ്ങളെപ്പോലുള്ള ഉന്നതനായ ഒരാൾക്ക് എങ്ങനെ നിസ്സാര കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നു? ശിവന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം തലയിൽ തന്നെ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്നതേയുള്ളൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അസത്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ശിവൻ വീണ്ടും ഇത്തരം കള്ളത്തരങ്ങൾ പറയാതിരിക്കാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് വധിക്കാം. ഭഗവാൻ വിഷ്ണുവിന്റെ മായ ശബ്ദം ശ്രവിച്ച ദുഷ്ടനായ രാക്ഷസൻ തന്റെ വിസ്മൃതിയിൽ സ്വന്തം തലയിൽ കൈവച്ചുകൊണ്ട് സ്വയം പരിശോധിക്കാൻ തയ്യാറായി. ആ നിമിഷം തന്നെ അവൻ മരിച്ചു വീണു. അതേസമയം ഭഗവാൻ വിഷ്ണുവിനെ അഭിനന്ദിക്കുന്ന ശബ്ദങ്ങൾ ആകാശത്ത് നിന്ന് ഉയർന്നു. ഈ കഥ ശ്രീമദ് ഭാഗവത പുരാണത്തിലെ 10:88 വിശദമായി കാണാം. മറ്റു ചില സുപ്രധാന വസ്തുതകൾ കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ശിവനും വിഷ്ണുവും ഹിന്ദു ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദൈവങ്ങളാണ്. അവർ പലപ്പോഴും എതിരാളികളായി ചിത്രീകരിക്കപ്പെടുന്നു. ശിവൻ നാശവുമായും സന്യാസ ജീവിത രീതിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. വിഷ്ണു സംരക്ഷണവും ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നിട്ടും പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥയും ഐക്യവും നിലനിർത്തുന്നതിന് ശിവനും വിഷ്ണുവും പ്രാധാന്യമുള്ളവരായി കണക്കാക്കപ്പെടുന്നു. യഥാക്രമം ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ശൈവ വൈഷ്ണവ പാരമ്പര്യങ്ങൾക്ക് അവരുടേതായ വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. ശിവനും വിഷ്ണുവും പരസ്പരം കലഹത്തിലോ സഹകരണത്തിലോ ഇടപഴകുന്നതായി ചിത്രീകരിക്കുന്ന നിരവധി കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. അമർത്യതയുടെ അമൃത് ലഭിക്കാൻ ശിവനും വിഷ്ണുവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പാലാഴി സമുദ്രമഥനം ഒരു ജനപ്രിയ കഥയിൽ ഉൾപ്പെടുന്നു. ശൈവമതത്തിൻ്റെയും വൈഷ്ണവ മതത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം അവർ തിരഞ്ഞെടുത്ത ദൈവത്തോടുള്ള ഭക്തിയിലൂടെയും കീഴടങ്ങലിലൂടെയും മോക്ഷമോ വിമോചനമോ നേടുകയെന്നതാണ്. ജനപ്രിയ സംസ്കാരത്തിൽ ശിവനും വിഷ്ണുവും തമ്മിലുള്ള മത്സരം പലപ്പോഴും ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും ഹിന്ദുമതത്തിൽ ഇരുവരും തുല്യ പ്രാധാന്യമുള്ളവരും ബഹുമാനത്തിന് പാത്രങ്ങളുമാണെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.